പഠിച്ചിറങ്ങിയതിനു ശേഷം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കരിയർ ബ്രേക്ക് വന്നിരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഈ കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനും അങ്ങനെ ഒരു വീട്ടമ്മയായിരുന്നു. ഞാനിപ്പോ ഈ കോഴ്സ് തിരഞ്ഞെടുത്തു. നല്ല രീതിയിൽ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറും അഡ്മിഷൻ ഫീസോട് കൂടിയാണ് ഞാൻ ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്നത്. ബാക്കിയുള്ള കോഴ്സ് ഫീസ് നമുക്ക് പ്ലേസ്മെന്റ് കിട്ടിയതിനു ശേഷം മാത്രം അടച്ചാൽ മതി. ഹായ്, എന്റെ പേര് ആമിന. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലെ നെടുമങ്ങാട് നിന്നാണ് വരുന്നത്. ഇഗ്നേ സ്കിൽ അക്കാഡമിയുടെ 48th ബാച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. ഇപ്പോൾ പാലോട് BMC ഹോസ്പിറ്റലിൽ ഞാനൊരു ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇഗ്നേറ്റിൽ നിന്നുണ്ടായത്. ഇഗ്നേറ്റിനെ കുറിച്ച് ഞാൻ അറിയുന്നത് യൂട്യൂബ് പ്ലാറ്റ്ഫോം വഴിയാണ്. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. ഈ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർ എനിക്ക് പറഞ്ഞു തന്നു. വെറും അഡ്മിഷൻ ഫീസോട് കൂടിയാണ് ഞാൻ ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്നത്. ബാക്കിയുള്ള കോഴ്സ് ഫീസ് നമുക്ക് പ്ലേസ്മെന്റ് കിട്ടിയതിനു ശേഷം മാത്രം അടച്ചാൽ മതി. 3 മാസത്തെ കോഴ്സും അതുപോലെ തന്നെ 3 മാസത്തെ ഇന്റേൺഷിപ്പുമാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട ഇന്റേൺഷിപ്പ് സപ്പോർട്ടും പ്ലേസ്മെന്റ് സപ്പോർട്ടും അവർ നമുക്ക് ചെയ്തു തരുന്നതാണ്. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം വളരെ ഫ്രണ്ട്ലി ആണ്. നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും നമുക്ക് അവരെ ചോദിക്കാവുന്നതാണ്. നമുക്ക് ലൈവ് സെക്ഷൻസ് പ്ലസ് നമുക്ക് റെക്കോർഡർ സെക്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ലൈവ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയ റെക്കോർഡർ സെക്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് 24 മണിക്കൂർ എന്ത് ഡൗട്ട് ചോദിക്കാനായിട്ട് നമുക്കൊരു ടീമുണ്ട്. അത് സക്സസ് ടീം എന്നാണ് നമ്മളെ വിളിക്കാറ്. നമുക്ക് കോഴ്സ് ഫീസ് ബാക്കി നമുക്ക് പ്ലേസ്മെന്റ് കിട്ടിയ ശേഷം അടച്ചാൽ മതി. അതിന് വേണ്ടിയുള്ള സപ്പോർട്ട് അവർ നമുക്ക് തരുന്നതാണ്. പഠിച്ചിറങ്ങിയതിനു ശേഷം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കരിയർ ബ്രേക്ക് വന്നിരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഈ കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനും അങ്ങനെ ഒരു വീട്ടമ്മയായിരുന്നു. ഞാനിപ്പോ ഈ കോഴ്സ് തിരഞ്ഞെടുത്തു. നല്ല രീതിയിൽ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കോഴ്സ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതെങ്ങനെ യൂസ് ചെയ്യാമെന്നും നമ്മൾ വീഡിയോസ് എല്ലാം നമുക്ക് അയച്ചു തരും. ആ ആപ്പ് വഴി നമുക്ക് അസൈൻമെന്റും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് തന്നെ ഒരു മേജർ പ്രോജക്റ്റ് ഉണ്ട്. ഹോസ്പിറ്റലിനെ കുറിച്ച് എല്ലാം തന്നെ അറിയുന്നതിന് ഈ മേജർ പ്രോജക്റ്റ് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ആ മേജർ പ്രോജക്റ്റ് പ്ലസ് അറ്റൻഡൻസ് എല്ലാം കവർ ചെയ്തുകൊണ്ടാണ് ഇവർ നമുക്ക് എക്സാം എഴുതാനുള്ള ഒരു സപ്പോർട്ട് തരുന്നത്. എക്സാമിൽ വരുന്നത് വൈവയും അതുപോലെ തന്നെ ലാസ്റ്റുള്ള ഫൈനൽ എക്സാമുമാണ്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്റേൺഷിപ്പും ക്ലിയർ ചെയ്ത് നമുക്ക് ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പ്ലേസ്മെന്റ് സപ്പോർട്ട് അവർ തരുന്നതാണ്. എന്തുകൊണ്ട് വളരെ നല്ലൊരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അത് ഇഗ്നേറ്റിൽ പഠിക്കുന്നത്. എന്റെ ലൈഫിൽ ബെറ്റർ ഒരു ചോയ്സ് ആയിരുന്നു ഇഗ്നേറ്റ്. നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഞാൻ എല്ലാവർക്കും സ്ട്രോങ്ലി ഇഗ്നേറ്റ് റെഫർ ചെയ്യുകയാണ്.